ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈദിൻ്റെ കുറച്ചൊരു ചെറിയ വിശേഷങ്ങളായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ഈദ് വ്ളോഗിനെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല, പുറത്തെല്ലാം നല്ല ചന്തയാണ്. കൊറോണ ആയതുകൊണ്ട് അതൊന്നും ഇല്ല. ഇപ്രാവശ്യം കുറച്ച് ചന്തയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഹൈമനും ദുൽഖറിനെ കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇക്കാൻ്റെ കടയിൽ കുറച്ച് സമയം നല്ല വെയിലത്ത് പോയതുകൊണ്ട് അവിടെ ഇരുന്നതാണ്. മോൻ്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോൻ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കണേ, എനിക്ക് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ അവൻ്റെ റാഷോ ഇങ്ങനെയാണ് എടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. പെരുന്നാൾ നിസ്കാരം 7 മണി മുതൽ സ്റ്റാർട്ടാകും. ഓരോ ടൈമാണ് കേട്ടോ. 7 മണിക്കുണ്ട്, 7:30, 8 മണിക്കുണ്ട്, 9 മണി വരെ നിസ്കാരങ്ങൾ ഇങ്ങനെ ഓരോ പള്ളിയിൽ, കുറേ പള്ളികളുണ്ട്, ഓരോ പള്ളിയിലായിട്ട് നടക്കും. അപ്പോൾ ഒരു ഡ്രസ്സിലൊന്നും എന്തായാലും ഇവർ ഒതുക്കാൻ കഴിയില്ല. കാരണം രാവിലെ മുതൽ കണ്ടില്ല ഇത് ചന്തയും കാര്യങ്ങളും, കുട്ടികൾക്കുള്ള എല്ലാ ടോയ്സും. കാരണം അവരുടെ സക്കാത്ത് പൈസ മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഐസ്ക്രീം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഫുഡ് ഐറ്റംസ്. ഞാൻ പുറത്ത് പോക്കില്ല, ചന്ത ഇങ്ങനെ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കാണുന്നല്ലാണ്ട് അങ്ങോട്ടേക്കൊന്നും പോക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് ദുൽഖറിനോട് ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ 10 രൂപ കിട്ടി. 10 രൂപക്ക് അവിടെ ആ ഐസ്ക്രീമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നെറുക്കിട്ടിട്ട് അതിലൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഐഫ പറഞ്ഞു ആ 10 രൂപ തന്നെ ഞാനൊരു നെറുക്കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നെറുക്കെടുത്തിട്ട് അവിടെ തന്നെ പുറത്ത് തന്നെ ഇരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അടിക്കുമെന്ന് ഉറപ്പാണെന്ന് ചോദിച്ച് കുറേ കളിയാക്കി. അപ്പോൾ ഇത് രണ്ട് അയിമ മാസ്ക് ഇട്ടിട്ട് മാത്രം നടക്കുന്നതായിട്ട് ഐഫ് വിളിച്ച് പൊട്ടിക്കാൻ നോക്കിയതാട്ടോ. അപ്പോൾ അതിനുള്ള അടിയാണ് നടക്കുന്നത്. അപ്പോൾ ഉമ്മ 2 ടോക്കൺ എടുത്തിട്ടുണ്ട്. അത് ഉമ്മ അവിടെ തന്നെ നിന്നത്. ഉമ്മ 13ഉം 4ഉം, ഐഫ 10. ഐഫ പറയും, ഉമ്മ പറഞ്ഞു ഞാൻ 2 ടോക്കൺ എടുത്തു പറയുമ്പോൾ ഐഫ പറഞ്ഞു ഞാൻ 10 എടുത്തിന്. അപ്പോൾ തന്നെയാണ് പറയുന്നത് 10 അടിച്ചിന്, 10 കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഐഫക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. സന്തോഷം പിന്നെ പറയണ്ട. ഏത് ഫ്ലേവറാണെന്ന് വെച്ചാൽ അത് സ്ട്രോബെറിയാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഏറ്റവും ഇഷ്ടം. ഇവിടെ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഐസ്ക്രീം കൂടുതലായിട്ടും കിട്ടും. ഈ പെരുന്നാൾക്ക് എന്താ പറയുക, സക്കാത്തിൻ്റെ പൈസ ഇഷ്ടം പോലെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഐസ്ക്രീം തന്നെയാണ് കൂടുതലും. മക്കൾക്ക് ചോറും കാര്യങ്ങളൊന്നും വേണ്ട. ഹീല് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം ഹീലുള്ളത് വേണം. ഞാൻ ഫ്രണ്ട്സിനും കാട്ടി ഇത് ഹൈറ്റ് കുറവാന്ന് പറഞ്ഞാൽ ഹീലുള്ളത് വാങ്ങി. അപ്പോൾ നന്നായി ഹീല് കൂടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഉമ്മാമ വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് എന്നാൽ നമ്മളെ ഫോട്ടോ എടുക്കാം. ഫോട്ടോസ് എടുത്തിട്ടില്ല, ഇങ്ങനെ വീഡിയോസ് കുറച്ച് അധികം എടുത്തെന്നല്ലാണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഇതാ മാറ്റി ഇക്കയും 2 ആൺകുട്ടികളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഉപ്പാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐഫി പ്രാവശ്യം പോയിട്ടില്ല, അവൾ ഫ്രണ്ട്സ് എല്ലാം വരുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ പേര് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഡ്രസ്സിൽ എന്തായാലും ഒതുങ്ങൂല, 2 ഡ്രസ്സ് എന്തായാലും വേണം. പിന്നെ ദുൽഖർ പിന്നെ പുറത്തധികം പോയിട്ടില്ല, ഇക്കാക്കൻ പേര് പുറത്ത് പോയെന്നല്ലാണ്ട്. അതുകൊണ്ട് ഓനായ ഒരു ഡ്രസ്സ് തന്നെ നിന്ന്. ഹൈമനെല്ലാം 2 ഡ്രസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കിയത് അൽസാ ചോറ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. എപ്പോഴും അങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇപ്രാവശ്യം കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് ഫുഡായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന ഇതിൽ ചെറിയ രീതിയിൽ എടുക്കുന്നത്. നമ്മൾ ചെറിയ ആഘോഷങ്ങളല്ലേ, നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കിട്ടിയ പൈസ ടോയ്സ് വാങ്ങാം, അത് വാങ്ങാം. ഇക്കാക്കയും പോയിട്ട് ഓരോന്ന് ഇവനിക്ക് ലുഡോ, അതുപോലെ തന്നെ ബിൽഡിങ്ങിന് ഉണ്ടാക്കുന്ന ബ്ലോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ദുൽഖറിന് ഇഷ്ടം. പിന്നെ ടോയ്സ് ആയിട്ട് വരുന്നത് ആനിമൽസിൻ്റെ ഇതിൽ വരുന്നതും പാണ്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതാണ് ഇഷ്ടം. പക്ഷേ ഹൈമന് ഇഷ്ടം ഗണ്ണും മറ്റേ ആരോ അടിക്കുന്നതും എല്ലാം കൂടി. എന്താ പറയുക, അവനക്ക് ആ ഗണ്ണ് ആക്രമണ സ്വഭാവം ഉള്ളതാണ് ഇഷ്ടം. പിന്നെ ഓരോ ഗസ്റ്റുകളായിട്ടും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. 6 മണിയാകുമ്പോൾ ഇതൊക്കെ കഴിയും. 6 മണിയാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിരുന്നു. പിന്നെ റീൽസിലും മറ്റു കാര്യങ്ങളും ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചുരിദാർ തയ്ച്ചിട്ടില്ല, അതാണ് കേട്ടോ ഞാൻ മോഡൽ കാണിക്കാമെന്നറിയില്ല. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞതില്ല, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. അതുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ വരുന്നതിലേക്ക് ടേക്ക് കെയർ, ബൈ.